ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ISROയുമായി ബന്ധപ്പെട്ട പാർട്ട് 2 ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ISROയുടെ ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ന് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ISROയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തീരുന്നു. അപ്പോൾ രണ്ടും ഒപ്പം പഠിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരാഴ്ച എന്താണോ പഠിച്ചത് അത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു ദിവസം എന്തായാലും ഫുള്ള് റിവിഷൻ നടത്തുക. ഒരു ദിവസം പഠിച്ചത് പിന്നെ എക്സാം ആകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. നമ്മൾ ഡെയിലി റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ആ ഒരാഴ്ച പഠിച്ചതും റിവിഷൻ നടത്തുക. ഇനി ഓരോ ആഴ്ച കൂടുന്തോറും ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാഴ്ച എന്താണോ പഠിച്ചത് അത് ഫുള്ള് റിവിഷൻ നടത്തുക. അങ്ങനെ ഓരോ ഞായറാഴ്ച റിവിഷന് വേണ്ടി പ്രയോഗിക്കുക. വിരുന്ന് പോക്കും അതും നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വയ്ക്കുക. പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. സമയമില്ലായ്മ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തുകയും വേണം. അപ്പോൾ നമുക്ക് ISROയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ISROയിലെ ഒന്നാമത്തെ കാര്യം പറയുന്നത് നാവികാണ്. നാവിക് എന്താണ്? ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനമാണ് നാവിക്. നാവികിൽ ഉൾപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് എന്ത്? IRNSS ഉപഗ്രഹ ശ്രേണി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനത്തിനെയാണ് നമ്മൾ നാവിക് എന്ന് പറയുന്നത്. ഇനി നാവികിൽ ഉൾപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് IRNSS ശ്രേണി എന്ന് പറയുന്നത്. ഈ IRNSS നൽകുന്ന രണ്ട് സേവനങ്ങളാണ്. ഒന്ന് SPS, അതായത് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. SPS എന്നത് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസ് എന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം RS ആണ്. RS എന്നത് റെസ്ട്രിക്റ്റഡ് സർവീസ് എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നാവികാണ്. നാവിക്കിൽ ഉൾപ്പെടുന്ന ഗതിനിർണയ സംവിധാന ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് എന്ത്? IRNSS എന്നത്. ഇനി ഈ IRNSS നൽകുന്ന രണ്ട് കാര്യങ്ങളാണെന്ത്? SPS RSും. ഈ SPS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസ് എന്നതാണ്. RS എന്ന് പറയുന്നതോ റെസ്ട്രിക്റ്റഡ് സർവീസുമാണ്. ഇന്ത്യയിൽ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് IRNSS 1A എന്നത്. അപ്പോൾ ഈ IRNSSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നതാണ് IRNSSൻ്റെ ഫുൾ ഫോം. ആ ഒരു IRNSSൽ ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? IRNSS 1A തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. ലോകത്തിൽ USA, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ രാജ്യമാണ്. ലോകത്തിൽ USA ഏതൊക്കെ രാജ്യങ്ങളാണ്? USA, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആസ്ട്രോസാറ്റ് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ്. ലോകത്തിലെ തന്നെ 5ാമത്തെ രാജ്യം, ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് ഓർത്തിരിക്കുക. ഇനിയോ, പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്നാണ് ആസ്ട്രോസാറ്റിനെ വിശേഷിപ്പിച്ചത്. അതുകൂടി ഓർത്തിരിക്കുക. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ്, പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആസ്ട്രോസാറ്റിനെ. ഇനി ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 2015 സെപ്റ്റംബർ 28. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28-നാണ്. അത് വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-30 ആണ് കേട്ടോ. വിക്ഷേപണ വാഹനം PSLV C-30 ആണ്.
ഇനിയോ വിക്ഷേപണം ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഈ ആസ്ട്രോസാറ്റിൻ്റെ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നുള്ള ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇങ്ങനെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇനി ഇതിൽ അതുപോലെ തന്നെ ഏതൊക്കെ 5 രാജ്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ 5 രാജ്യങ്ങൾ ഓർത്തിരിക്കുക. USA, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇത് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ രാജ്യമാണ് എന്ത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ISRO നിർമ്മിച്ച ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിൻ ഏതാണ്? C-20 ആണ്. ISRO നിർമ്മിച്ച ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് C-20 ആണ്. C-20 നിർമ്മിച്ച സ്ഥാപനം എന്ന് പറയുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ തിരുവനന്തപുരമാണ് കേട്ടോ. ISRO നിർമ്മിച്ച ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് CE-20 ആണ്. അത് നിർമ്മിച്ച സ്ഥാപനം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ തിരുവനന്തപുരമാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് എങ്കിലും അതൊന്ന് ഓർത്തിരിക്കുക. CE-20 ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നോക്കാനുള്ളത് മിഷൻ ശക്തിയാണ്. മിഷൻ ശക്തി എന്താണ്? ഉപഗ്രഹ വേദ മിസൈലാണ് മിഷൻ ശക്തി എന്ന് പറയുന്നത്. ഉപഗ്രഹ വേദ മിസൈലാണ് മിഷൻ ശക്തി. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈലാണത്. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഉപഗ്രഹ വേദ മിസൈൽ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈൽ ഏത്? ഉപഗ്രഹ വേദ മിസൈലാണ്. പരീക്ഷണം നടത്തിയത് 2019 മാർച്ച് 27-ന്. പരീക്ഷണം നടത്തിയത് 2019 മാർച്ച് 27-നാണ്. ഉപഗ്രഹ വേദ മിസൈലുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഉപഗ്രഹ വേദ മിസൈലുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആസ്ട്രോസാറ്റുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ മിഷൻ ശക്തിയിൽ ഉപഗ്രഹ വേദ മിസൈൽ വിക്ഷേപിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2019 മാർച്ച് 27-നാണ് പരീക്ഷണം നടത്തിയത്. ഇനി മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? USA, റഷ്യ, ചൈന എന്നിവയാണ് 3 രാജ്യങ്ങൾ. അപ്പോൾ ഉപഗ്രഹ വേദ മിസൈലുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റു 3 രാജ്യങ്ങൾ ഓർത്തിരിക്കുക. USA, റഷ്യ, ചൈന എന്നിവയാണ്. ഇനി ഉപഗ്രഹ വേദ മിസൈൽ വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ്. APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് കേട്ടോ. അത് നമുക്ക് നോക്കാനുള്ളത് എമിസാറ്റ്. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് എമിസാറ്റ് എന്ന് പറയുന്നത്. എന്താണ് എമിസാറ്റ്? DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ് എമിസാറ്റ്. അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് എന്നാണ്. എമിസാറ്റിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് എന്നതാണ് കേട്ടോ. സാറ്റ് എന്നത് സാറ്റലൈറ്റ് ആണ്. ബാക്കിയുള്ളത് ഓർത്തിരുന്നാൽ മതി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻസ്. ഇനി അത് വികസിപ്പിച്ചത് DRDOയും ISROയും ചേർന്നിട്ടാണ്. വിക്ഷേപിച്ചതോ 2019 ഏപ്രിൽ 1-നാണ് വിക്ഷേപണം. 2019 ഏപ്രിൽ 1-നാണ് വിക്ഷേപണം. PSLV C-45 വിക്ഷേപണ വാഹനം. ഇനി പ്രൊജക്റ്റ് കൗഡില്യയുടെ കീഴിലാണ് എമിസാറ്റ് വികസിപ്പിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. പ്രൊജക്റ്റ് കൗഡില്യയുടെ കീഴിലാണ് എമിസാറ്റ് വികസിപ്പിച്ചെടുത്തത്. റഡാർ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പൈ ഉപഗ്രഹം കൂടിയാണ് എന്ത്? എമിസാറ്റ് എന്ന് പറയുന്നത്. റഡാർ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പൈ ഉപഗ്രഹം കൂടിയാണ് എമിസാറ്റ്. അപ്പോൾ എമിസാറ്റ് DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് എമിസാറ്റ്. അത് എമിസാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് എന്നതാണ്. റഡാർ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പൈ ഉപഗ്രഹമാണെന്ത്? എമിസാറ്റ്. അതുപോലെ പ്രൊജക്റ്റ് കൗഡില്യയുടെ കീഴിലാണ് എമിസാറ്റ് വന്നത്, വികസിപ്പിച്ചത്. ഇനിയോ വിക്ഷേപണ ദിനം എന്ന് പറയുന്നത് 2019 ഏപ്രിൽ 1-ഉം വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV 45-ഉമാണ്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കലാം സാറ്റ്.
എന്താണ് കലാംസാറ്റ്? V2 എന്നാണ് കലാംസാറ്റിനെ പറയുന്നത്. V2 എന്നാണ്. ഇന്ത്യയിൽ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ കലാംസാറ്റാണ്. ഇന്ത്യ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം എന്ന് പറയുന്നത് കലാംസാറ്റാണ്. ഒരു സ്വകാര്യ മേഖല നിർമ്മിച്ച് ഇസ്രോ വിക്ഷേപണം ചെയ്ത ആദ്യ ഉപഗ്രഹമാണ് ഈ കലാംസാറ്റ് എന്ന് പറയുന്നത്. ഒരു സ്വകാര്യ മേഖല നിർമ്മിച്ചിട്ട് ഇസ്രോ വിക്ഷേപണം ചെയ്ത ആദ്യ ഉപഗ്രഹമാണ് ഈ കലാംസാറ്റ്. ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് കലാംസാറ്റ് രൂപകൽപ്പന ചെയ്തത്. ആരാണ് കലാംസാറ്റ് രൂപകൽപ്പന ചെയ്തത്? ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ചെന്നൈയിലെ കലാംസാറ്റ് രൂപകൽപ്പന ചെയ്തത്. അപ്പം ഇന്ത്യയിൽ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് അഥവാ V2 ഒരു സ്വകാര്യ മേഖല നിർമ്മിച്ച ഇസ്രോ വിക്ഷേപണം ചെയ്ത ഉപഗ്രഹം കൂടിയാണ്. ഏതാണ് ഈ സ്വകാര്യ മേഖല എന്ന് പറയുന്നത്? ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ്. അതാണ് കലാംസാറ്റിനെ രൂപകൽപ്പന ചെയ്തത്. ഇനി അടുത്തത് നോക്കാനുള്ള ഹൈസിസ് ആണ്. ഹൈസിസ് ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ ഹൈസിസ് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഹൈസിസ്. ഹൈസിസ് എന്നാൽ ഹൈപ്രോസ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്നതാണ്. ഹൈസിസിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്നതാണ്. ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ ഹൈസിസ്. അതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-43 ആണ്. PSLV C-43. അടുത്തത് GSAT-7 ആണ്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് GSAT-7A തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ GSAT-7A. സൈനിക ആവശ്യത്തിനായിട്ട് വിന്യസിച്ച ഉപഗ്രഹമാണ് ഈ GSAT-7 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹമാണ്. സൈനിക ആവശ്യത്തിനായിട്ട് വിന്യസിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ്. ഇസ്രോയുടെ 39ാമത് വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ് കേട്ടോ. ഇസ്രോയുടെ 39ാമത് വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ് എന്ത്? GSAT-7A എന്നത്. അതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV Mark II F11 ആണ് കേട്ടോ. GSAT-7ൻ്റെ വിക്ഷേപണ വാഹനം GSLV Mark II F11 ആണ് കേട്ടോ. GSLV Mark II F11 ആണ്. അപ്പോൾ എന്താണ് GSAT-7 എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹമാണ്. പിന്നെ സൈനിക ആവശ്യത്തിനായി വിന്യസിച്ച ഉപഗ്രഹമാണ്. ഇസ്രോയുടെ 39ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ്. വിക്ഷേപണ വാഹനം GSLV Mark II F11 കേട്ടോ. വിക്ഷേപണ ദിനം എന്ന് പറയുന്നത് 2018 ഡിസംബർ 19 ആണ്. ഇനി അടുത്തത് GSAT-11. എന്താണ്? ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-7. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-7. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 5854 കിലോഗ്രാമാണ്. ഭാരം കുഴപ്പമില്ലാതെ ചോദിക്കില്ല. എങ്കിലും ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് എന്ന് അറിഞ്ഞിരിക്കുക. GSAT-11 ആണ് കേട്ടോ. ഇതിൻ്റെ അപരനാമമാണ് ബിഗ് ബേർഡ്. അപ്പോൾ ബിഗ് ബേർഡ് എന്ന അപരനാമത്തിൽ അറിയുന്ന ഉപഗ്രഹം ഏതാണ്? GSAT-11 ആണ്. അതിൻ്റെ വിക്ഷേപണ വാഹനമാണ് ഏരിയൻ 5 അല്ലേ? ഏരിയൻ 5 VA 246 എന്നത്. അപ്പോൾ ഏരിയൻ 5 VA 246 എന്നതാണ് വിക്ഷേപണ വാഹനം. വിക്ഷേപണ കേന്ദ്രം വന്നിട്ട് കൗറു ഫ്രഞ്ച് ഗയാനയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം എന്ന് പറയുന്നത് GSAT-11 ആണ്. ബിഗ് ബേർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് GSAT-11 ആണ്. ഏരിയൻ 5 VA 246 വിക്ഷേപിച്ചത്. കൗറു ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്തത് നോക്കാനുള്ളത് GSAT-29. GSAT-29 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കൂടിയ വിക്ഷേപണം. ഇത് ഓർത്തിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ്. അതാണ് GSAT-11. ഇനി GSAT-29 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്ന്, അത് ഓർത്തിരിക്കാം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-29 ആണ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV
മാർക്ക് 3 ആണ് കേട്ടോ. മാർക്ക് 3 ആണ് D2. മാർക്ക് 3 D2 ആണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-29. അതിൻ്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 D2 ആണ്. ബാഹുബലി എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് GSAT-29. ഇത് ഇസ്രോയുടെ 33ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇസ്രോയുടെ 33ാമത് വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ് ഇത് GSAT-29 എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഇത് എല്ലാം പഠിക്കുക. ഇനി നാവിഗേഷൻ സിസ്റ്റം ഓരോ രാജ്യത്തിൻ്റെയും ഏതാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് നാവിഗേഷൻ സിസ്റ്റം? GPS എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ് കേട്ടോ. GPS അമേരിക്കയുടേതാണ്. ഗ്ലോനാസ് എന്നത് റഷ്യയുടേതാണ്. ഗ്ലോനാസ് റഷ്യയുടെ. ഗലീലിയോ യൂറോപ്യൻ യൂണിയൻ്റേതാണ്. ബെയ്ഡുവോ ചൈനയുടേതാണ്. IRNSS എന്നതാണ് ഇന്ത്യയുടെ. അപ്പോൾ നാവിഗേഷൻ സിസ്റ്റം ഓരോ രാജ്യത്തിൻ്റെയും ഓർത്തിരിക്കുക, ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ബൈ. എല്ലാവരും നന്നായി നോട്ട് തയ്യാറാക്കുക. ഓരോ ആഴ്ചയും റിവിഷൻ നടത്തി തന്നെ മുന്നോട്ട് പോവുക കേട്ടോ.